അസ്സലാമു അലൈക്കും. 2027 ഹജ്ജ് കർമ്മത്തിന് ഗവൺമെൻറ് മുഖേന അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ കുറേ ആളുകളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനിയും കുറേ ആളുകൾ അപേക്ഷ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ സൈറ്റിൻ്റെ പ്രശ്നം കാരണം ഒരേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ താമസിയാതെ ശരിയായിക്കോളും. ഇനി പ്രവാസികളോടായി പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സുവിധ ആപ്പിലോ എവിടെ നിന്നും അപേക്ഷിക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾ നാട്ടിലുള്ള ഏതെങ്കിലും ഏജൻസിയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയുള്ള ഭാഗവും അഡ്രസ്സുള്ള പിൻഭാഗവും നല്ല രീതിയിൽ സ്കാനർ മെഷീനിൽ തന്നെ സ്കാൻ ചെയ്ത് നാട്ടിലുള്ള ഏജൻസിയിലേക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് അത് അപ്ലോഡ് ചെയ്ത് നാട്ടിൽ നിന്ന് അപേക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അയച്ചു കൊടുക്കണം. സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ സ്കാൻ ചെയ്ത് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്താൽ അത് ഉപയോഗിച്ച് അവർക്ക് സാധാരണ രീതിയിൽ നാട്ടിൽ വെച്ച് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രവാസികൾക്ക് മിക്കവാറും NRE അക്കൗണ്ട് ഉണ്ടാവും. എന്നാൽ ചില ആളുകൾക്കെങ്കിലും നാട്ടിൽ, അതായത് NRO അക്കൗണ്ട് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള, അതായത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന IFSC കോഡുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അതിൻ്റെ പാസ്ബുക്കോ ചെക്ക് ബുക്കോ ആണ് അപേക്ഷയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ നാട്ടിൽ അവർക്ക് NRE അക്കൗണ്ടുള്ള ബാങ്കിൽ മാനേജറുമായോ മറ്റോ ബന്ധപ്പെട്ട് മാനേജർ സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ നാട്ടിൽ ഒരു NRO അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. അങ്ങനെ പാസ്ബുക്ക് ലഭിച്ചാൽ അതിൻ്റെ ഫ്രണ്ട് പേജ് ഉപയോഗിച്ച് ഇവർക്ക് ഓൺലൈനായി ഹജ്ജ് അപേക്ഷയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി പൊതുവായി എല്ലാ അപേക്ഷകരോടും പറയാനുള്ളത്, എല്ലാ അപേക്ഷകർക്കും അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കും. 3 പേജ് ഉണ്ടാവും ഓരോരുത്തർക്കും. അതെല്ലാവരും സൂക്ഷിച്ച് വെക്കണം. ഭാവിയിൽ അത് ആവശ്യമുണ്ടാവും. കൂടാതെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ MPIN ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. യൂസർ നെയിം സാധാരണയായി കവർ ഹെഡിൻ്റെ മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ MPIN ഒരു 6 അക്ക നമ്പറും ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 2 നമ്പറും കൃത്യമായി ചോദിച്ച് വാങ്ങി നിങ്ങളുടെ അപേക്ഷയുടെ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കണം. പല ആവശ്യങ്ങൾക്കും ഈ MPIN പിന്നീട് നമുക്ക് ആവശ്യമുണ്ടാകും. ഇത് ഒരു കവറിലുള്ള എല്ലാ അപേക്ഷകർക്കും ഒരേ യൂസർ നെയിമും MPIN ആയിരിക്കും. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.